ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ ആ മുഖത്തുള്ള ഇന്നസെൻസ് അങ്ങ് പോയി. അല്ല, എന്റെ മുഖത്ത് ഇന്നസെൻസ് ഉണ്ടോ? പിന്നെ ഇല്ലേ, അതല്ല ഇത്രയും കാലം എന്നെ കുടുക്കി കളഞ്ഞത്. കണക്കുകൂട്ടി തലവേദനിക്കുന്നുണ്ടെങ്കിലേ ഈ കട്ടൻ അങ്ങോട്ട് കുടിക്ക. താങ്ക്സ്. എങ്ങനെയുണ്ട് കണക്ക് നോക്കിയിട്ട്? ഈ കഴിഞ്ഞ മാസത്തിലെ കണക്ക് നോക്കിയിട്ടെ സത്യത്തിൽ നല്ല മൂവ്മെന്റ് ഉണ്ട്. പിടിച്ച് കേറിയ രക്ഷപ്പെടാം. രക്ഷപ്പെടും, അതില് സംശയമൊന്നുമില്ല. പക്ഷേ ബാധ്യതകൾ ഒരുപാടുണ്ടല്ലോ. പല കടക്കാരുടെയും മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ? 90 ദിവസമൊക്കെ ഈ പേയ്മെന്റ് ഡേറ്റ്. അപ്പൊ പിന്നെ നമ്മളെ ബലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത്തരം കണക്കുകളും കൊണ്ടുവന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ കണക്കിൽ കുറച്ച് വീക്കാം. ഈ ഏറ്റവും ആദ്യം കിട്ടുന്ന പൈസ കൊണ്ടേ ഈ നമ്മുടെ കൂടെ പണിയെടുക്കുന്നവരുടെ ശമ്പളമൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാം. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. അപ്പോ എനിക്ക് എത്രയാ ശമ്പളം? ഞാനും പണിയെടുക്കുന്നല്ലേ, എനിക്ക് ശമ്പളമൊന്നുമില്ലേ? അതിനെന്താ, ശമ്പളം തരാലോ. അല്ല, മാഡം എത്രയാ ശമ്പളം പ്രതീക്ഷിക്കുന്നത്? അത് മുതലാളി തന്നെ തീരുമാനിച്ചാ മതി. മുതലാളിയോ? പിന്നെ വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളല്ലേ മുതലാളി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കണ്ടേ? ആ, അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം, കൊച്ചു മുതലാളി എന്ന് വിളിക്കാം. പകരം
ഞാൻ തന്നെ കറുത്തമ്മേന്ന് അങ്ങോട്ട് വിളിക്കാം. ശമ്പളമൊക്കെ ഞാൻ തരാടോ. എല്ലാം ഒന്ന് പിരിഞ്ഞു കിട്ടിക്കോട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. പിന്നെ അല്ലെങ്കിൽ ഞാനത് വലിയ കാര്യമായിട്ടങ്ങ് എടുത്തല്ലോ. താൻ അവിടെ ഇരിക്കാം. എടോ, തനിക്കിപ്പോ എന്താ തോന്നുന്നത്? അല്ല, നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു മൂവ്മെന്റ്. ഈ കർഷകന്റെ ഭാഷയിൽ പറഞ്ഞ നമ്മള് പാടത്തൊരു വിത്തിട്ടു, അത് പൊടിച്ചു വളർന്നു. ഇപ്പോ നമുക്ക് വരുമാനം തരാൻ പാകത്തിലുമായി. പാടത്തിട്ട വിത്ത് മാത്രമല്ല മുളച്ചത്, നമ്മുടെ മനസ്സില് സന്തോഷത്തിന്റെ ഒരു വിത്ത് കൂടി വീണിട്ടുണ്ട്. അതിപ്പോ അമ്മയുടെ മുഖത്തായാലും അമ്മാവിന്റെ മുഖത്തായാലും നമ്മുടെ ശരവണന്റെ മുഖത്തായാലും എന്തിന് കൂടെ പണിയെടുക്കുന്നവരുടെ മുഖത്തായാലും അത് നല്ല പോലെ ഉണ്ട്. അല്ല, എന്നാ പിന്നെ തന്റെ മുഖത്ത് അതില്ലല്ലോ? ഇല്ലേ? അല്ല, ഉണ്ടോന്ന് ചോദിച്ചാലും ഉണ്ട്. പക്ഷേ ലേശം കുറവാണ്. അതൊന്ന് കൂട്ടാനിപ്പോ എന്താ ചെയ്യാ? ആ, നന്നായിട്ടൊന്ന് ചിരിച്ചാ മതി. ഇങ്ങനെ മതിയോ? ഇത് കൊള്ളില്ല. തന്റെ ആ മുഖത്തുള്ള ഇന്നസെൻസ് അങ്ങ് പോയി. അല്ല, എന്റെ മുഖത്ത് ഇന്നസെൻസ് ഉണ്ടോ? പിന്നെ ഇല്ലേ? അതല്ല ഇത്രയും കാലം എന്നെ കുടുക്കി കളഞ്ഞത്. ഈ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവണം, നിഷ്കളങ്കമായൊരു ചിരി. അതിന് ഞാനെന്താ പറയാന്നറിയോ? എന്റെ സമ്പത്തായിട്ടും സമ്പാദ്യമായിട്ടും കാണുന്നത് അതാ. നമുക്കിനി കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് പതിയെ പതിയെ നടപ്പിലാക്കി തുടങ്ങണം. പതിയെ മതി, പക്ഷേ അത് വേണം. ഒക്കെ ഹരിയുടെ ഇഷ്ടം. കല്യാണി,